വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് വൈദവ്യം അനുഭവിക്കുന്ന സഹോദരിമാർ ഉരുകി തീർന്നു കൊടുക്കുകയാണ്. ഒരേ മാനത്തിന് വില പറയുന്നിടത്ത് എത്തിയിട്ടുണ്ട്. മാനത്തിന് ഒരേ നേർക്ക് നേരെ പറഞ്ഞാൽ ഭർത്താവ് മരിച്ചൊരു സഹോദരിൻ്റെ ശരീരത്തിന് വില പറഞ്ഞ രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച കത്തുകൾ, കുറേ കത്തുകൾ വായിച്ചു. ഓരോ കത്ത് വായിക്കുമ്പോഴും കണ്ണീരുകൊണ്ട് പിന്നെ വായിക്കാൻ കഴിയുന്നിച്ചു പോകണം. ചില സഹോദരിമാർ എഴുതി, ഭർത്താവുള്ളെന്ന് കടം വാങ്ങിന് വീടിന്ന് കടം കിട്ടീനി വീണ്ടും. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പം വന്ന ഫോണ്, കടം ഒക്കെ തുടരും, പക്ഷേ ഞാൻ വരും, എന്നോടൊന്ന് സഹകരിക്കണം. ഇവിടുന്ന് ആ വാക്ക് പറഞ്ഞതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന മേലോട്ട് പോകാൻ വേണ്ടി മാത്രം അതിൻ്റെ അത്ര ആഴത്തിലത് സൂചിപ്പിക്കണം. പല സ്ഥലത്ത് പണിക്ക് പോയപ്പോഴും പണിക്ക് വാരം കിട്ടാൻ ആളില്ല, അന്ന വെച്ചത് ഇന്നേനാണെന്ന് പറയണ ഒരു, എനിക്ക് സഹകരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കും പറ്റില്ല. ഒരു ഓർഫൻ കെയറിൽ ഒരു കുട്ടി മാത്രമുള്ളൊരു സഹോദരി കുറച്ച് മുന്നേ വീട് വെച്ച് പറഞ്ഞു, ഒരു കുട്ടികളൊക്കെ ആകുമ്പോൾ ആരും തരുമോയെന്ന് അറിയില്ല, എന്തായാലും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു വീട് സ്ട്രക്ചർ തീർത്ത് തരാൻ 4.5 ലക്ഷം റുപ്യക്ക് അതിൻ്റെ സ്ട്രക്ചർ തീർത്ത് കൊടുത്തു. പിന്നെ നിങ്ങളോട് നിങ്ങൾ നോക്കേണ്ടിയെന്ന് ഞാനും പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെ പറഞ്ഞാണ്ട് ഒരു വീട് മുഴുവനാക്കി തരാമെന്ന് പറയുന്നുണ്ട്, ഞാൻ ചെയ്യട്ടെ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും? അൽഹംദുലില്ലാ, നിങ്ങൾ ആങ്ങളെ തന്നെയാണോ ഈ സുഹൃത്തിനെ ഏൽപ്പിച്ചത് ഞാൻ ചോദിച്ചു. കാരണം ആ കുട്ടീൻ്റെ പ്രായവും അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയില്ലായൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ ആങ്ങളുടെ സുഹൃത്തിൻ്റെ സുഹൃത്താണെന്നൊക്കെ പറയണം. എന്നാൽ ശരി, ആങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താളി എന്ന് പറഞ്ഞു ചെയ്തു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഈ തരാന്ന് പറഞ്ഞ ആൾ ചെല്ലാൻ പറഞ്ഞിനി, കുട്ടീനും കൂട്ടണ്ട ആങ്ങളിനെയും കൂട്ടണ്ട എന്ന് പറഞ്ഞു. ഒരു ടൗണിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഇത് വക വെക്കാതെ സഹോദരി തിരിച്ച് ഫോൺ വിളിച്ചും പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടി സ്കൂളിൽ 1ൽ പഠിക്കുന്ന കുട്ടിയാണ്, കുട്ടി വന്നിട്ടുണ്ട്, ഇനി ആങ്ങളെ കാത്തിക്കുന്ന ആങ്ങളെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ വരേണ്ടതില്ല, എന്നെ കാണേണ്ടതില്ല എന്നൊരു ഫോൺ. ആ കാൾ കാർഡ് എനിക്ക് വിട്ടുതരണം. ആ കാൾ കാർഡിൻ്റെ കൂടെ കുറേ സങ്കടങ്ങളും. ഞാൻ പറഞ്ഞ്, ഇനി ആരോടും ചോദിക്കണ്ട, പഠിച്ചവനോട് മാത്രം ചോദിച്ചാൽ മതി, അള്ളാഹ് ഒരു വഴി ഉണ്ടാക്കി തരും, നമ്മളും നിങ്ങളെ ബാക്കിലുണ്ടോ. ഇനിയൊരു മനുഷ്യനോട് കുട്ടി പോയിട്ട് വീട് ചോദിക്കരുത്, ഇവിടെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം, നിങ്ങൾ ബേജാറാണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒന്നിനെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്നു. ഇവർ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഇത് വെച്ചുള്ള ഷറക്കത്ത് എന്ത് ചെയ്താലും വേണ്ടിയില്ലായിരുന്നു. നോക്കുമ്പോൾ 60,000 ഉറുപ്പിക ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ചെയ്യുന്നത്? അത് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോളി. അപ്പോൾ തന്നെ വേറൊരാൾ, ഒരു പരിചയക്കാരൻ, ഒരു 50 ഉറുപ്പിക അയച്ചെന്നുണ്ടായിരുന്നു, ഇത് നല്ല കച്ചവടം ചെയ്താൽ കിട്ടോ, ആവശ്യമില്ലെന്ന്. എന്തെന്നുള്ള നിങ്ങൾ തീരുമാനിച്ചോളിയായിരുന്നു. ഓ സുബ്ഹാനല്ലാഹ്. അപ്പോൾ 1.10 അയച്ചു കൊടുത്ത് പണി തുടങ്ങി. ഇത് മുഴുവനാക്കണമല്ലോ, ഇനി ഒരാളെ കുട്ടീൻ്റെ അടുത്ത് പോകരുതല്ലോ വിചാരിച്ചിരിക്കുമ്പോഴാണ് വേറെ സുഹൃത്ത് പറഞ്ഞ്, ഞങ്ങളവിടെ ഫീൽഡിലേക്ക് പോരുന്നുണ്ട്, ഈ വീട്ടിന് കുറച്ച് വീടുകൾ കാണിച്ചു തരുന്നു. അവനെ കൊണ്ട് ഇങ്ങനെ ലൈനിലൊക്കെ പോയി ഈ വീട്ടിലെത്തിയപ്പോൾ അവസ്ഥ പറഞ്ഞെടുത്തപ്പം, എന്നാൽ ശരി, എത്ര 2 ലക്ഷം 2 ലക്ഷം തരാറ്, ഞാൻ വാങ്ങി തരാറ്. അതൊന്നുമില്ല, തേപ്പും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഭർത്താവ് മരിച്ചതിന് ശേഷം സ്വന്തം ഒരു വീടിന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുടെ ശരീരത്തിന് വില പറയുന്ന ഒരു ടീമും ഈ സമൂഹത്തിലുണ്ട്, മറ്റൊരു ടീമും സമൂഹത്തിലുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധ്യത പിന്നെയും കൂടുകയാണ്. ഇത്തരം ആളുകളെ ശല്യത്തിൽ നിന്നൊക്കെ വരെ കാത്തുരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ വരെ മാറ്റിയെടുക്കാനും കൂടി നമ്മളെ ഈ സംഗതി വിടും. അല്ലെങ്കിൽ പലപ്പോഴും അപകടത്തിൽ പോയി ചാടും. പഠിച്ചവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ മണ്ണാർക്കാട് ഒരു വീട് പണി നടക്കുന്നുണ്ട്. മണ്ണാർക്കാട് വീട് പണിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒന്നങ്ങനെ നേരിൽ കാണുന്ന രീതി. ഒരു ദിവസം ഒരു ഏട്ടത്തി അനുജത്തിൻ്റെയും ഭർത്താവ് മരിച്ചുപോയി. ഒരു ദിവസമല്ല, 2 ഓർഫൻ കെയറിലുള്ളതാണ്. ഏട്ടത്തി പറഞ്ഞു, എനിക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്, പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അനുജത്തി പറഞ്ഞു, ഏട്ടത്തി വാപ്പാനിമാനി നോക്കി ആ പൊളിഞ്ഞാടാനായ പെരയിലാണ്, ഞാനും കുട്ടികളും കൂടി ഒരു ഭാരം കണ്ടു, ഞാൻ വാടക പെരയ്ക്ക് പോയി. ഞാൻ ഇടയ്ക്കൊരു പണിക്ക് പോകും, പിന്നെ വിശ്വസിന്ന് കിട്ടുന്ന 3000 ഉണ്ട്. ഒരു ചെറുപ്പക്കാരി പെണ്ണായതുകൊണ്ട് തന്നെ കോട്ടേഴ്സിൽ 2 ചെറിയ മക്കളെ നിൽക്കാൻ നല്ല പേടിയാനുണ്ട്.
നിങ്ങൾ എങ്ങനെയെങ്കിലും കാക്ക ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങി തന്നാൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ 2 ലക്ഷം റുപ്യ അറിഞ്ഞ് 50,000 റുപ്യ ഇവരുടെ കാതിലെന്തുകൊണ്ട് ഇതിനടുത്ത് വിറ്റിട്ടുണ്ട് പറഞ്ഞ്. അത് ബാങ്കിലാണുള്ളത്, അത് വിറ്റാൽ 50,000 കിട്ടും. ആയിക്കോട്ടെ, അവിടെ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാണ്ട് 1 ലക്ഷം റുപ്യ ഒരു സെൻറ്റിന് 3 ലക്ഷം കിട്ടുന്നത്. അപ്പം നമ്മളങ്ങനെ ഞാനും സീതാലക്കുടി സാഹിബ് അങ്ങനെ പോയാണ്ട് അത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മൾ സാറിന് അങ്ങനെ പോക്ക് കുറവാണ്. വെള്ളിയാഴ്ച പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു പള്ളി കയറാച്ച ഞങ്ങൾ രണ്ടാളും ഒരു പള്ളി കയറി. ആ പള്ളിയിൽ കുറച്ച് നേരത്തെ എത്തി, നമുക്ക് പറ്റില്ല. അപ്പം ഏറെക്കുറെ ആ സഹോദരൻ്റെ ഏരിയക്ക് പോകാൻ പറ്റിയ ഒരു പള്ളി തിരഞ്ഞു. അതിലപ്പുറം ആ പള്ളിനെ പറ്റി നമുക്കൊരു ഗ്രാഹ്യമൊന്നുമില്ല, അപ്പോൾ യാത്ര നിസ്കരിക്കല്ലെന്ന് മാത്രം. അങ്ങനെ പള്ളിയിൽ ജുമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം എല്ലാ നാട്ടുകാരൊക്കെ പോയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ 2-3 ആൾക്കാരുള്ളൂ. അപ്പോൾ ഖത്തീബിനെ ചിന്തയ്ക്ക് ഇപ്പോൾ പരിചയമുള്ള ആളതിന് ഇവിടുന്ന് അവിടെ പോയി പറഞ്ഞൊരു ആളാണ്. അപ്പോൾ മൂപ്പരായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ ഇടയിൽ ഒരാൾ വന്നിട്ട് കൈ പിടിച്ചിട്ട്, എന്താ വെച്ചാൽ നിങ്ങൾ ഈ വൈക്ക് പോകുമ്പോൾ നിങ്ങൾ മുണ്ടൂല പറയില്ല, ഭയങ്കരമാണ്, എന്താ പണി ഞങ്ങൾ കാട്ടിയെന്ന് പറയണ്ടേന്നൊക്കെ ചോദിച്ച് ചോറുണ്ടാക്കാനൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പള്ളീൻ്റെ പരിസരത്താണെന്നും ഈ പള്ളിയിൽ വരുന്ന ആളാണെന്നും ഇതിൻ്റെ പരിസരത്താണ് വീടെന്നും എനിക്കറിയില്ല, ഞങ്ങളിങ്ങനെ മണ്ണാർക്കാട്ടുകാരനാണെന്ന് എനിക്കറിയുള്ളൂ, ഞങ്ങൾ വരി ചോറുന്നാൽ വരെ പറഞ്ഞത്. അപ്പോൾ പെരേക്കില്ല, ഇന്നേരം ഞങ്ങൾ രണ്ടാൾ കയറി ചെന്ന് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും, എന്നാൽ ഹോട്ടലിൽ വെജിറ്റേറിയൻ നല്ല ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിത്തരാം. നോക്കുമ്പോൾ റോഡ് സൈഡിൽ പള്ളീൻ്റെ പുറത്തുള്ള ഒരു കൊട്ടാരം വരുത്തൊരു വീട്, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട്. അങ്ങനെ അവിടെ പോയി ഞങ്ങൾക്ക് ചോറൊക്കെ വാങ്ങിയതിൻ്റെ എന്നോട് നിങ്ങളെ കാർ റെഡി, ഞാൻ വണ്ടി എടുക്കാം. കാരണം മുപ്പര വലിയൊരു വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോവാം. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഇന്ന ഒരു മാഷെടുത്തു നിന്നാണ് സ്ഥലം വാങ്ങുന്നത്. മാഷ് 3 ലക്ഷം, ഏട്ടത്തേക്ക് 1.10 കൊടുത്ത്, എനിക്ക് 1 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും 3 ലക്ഷം വേണം. 2 ലക്ഷം ബിസ്മിന്ന് കൊടുക്കും, 50,000 സ്വർണം ഒക്കെ ഉണ്ട്, ബാക്കി 50,000 ഇല്ല. എന്നായിക്കോട്ടെ, ആ മാഷാണ് ശരിയായിരുന്നു, നമ്മൾ പൊയ്യോക്കാരനാണ്. അങ്ങനെ മാഷ് വീട്ടിലേക്ക് വരാൻ പറ്റും, ഒരു ക്രിസ്ത്യാനി മാഷ്. അപ്പോൾ ഇയാൾ ഭയങ്കര സമ്പന്നനായ, അയാൾ വീടും കാര്യമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ആ വീട്ടിലേക്ക് ഈ മാഷ് വീട്ടുകാർ ചെന്നടനെ, മാഷ് റിട്ടയർ ചെയ്ത പ്രായമുള്ള മാഷാണ്. മാഷ് തന്നെ, നീ എന്താണ് അങ്ങോട്ട് കയറി വന്നിരുന്നാണ് ചോദിക്കണത്. സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് പഠിപ്പിച്ച കുട്ടി ഒരു വലിയ പ്രതാപത്തിലായപ്പോൾ ഉണ്ടായ സന്തോഷമായിരുന്നു. നീ എന്താണെന്നൊക്കെ വെച്ചിട്ട് മാഷ് കുട്ടീനെ ചേർത്ത് പിടിച്ച്. കുട്ടി തന്നെ വലിയ മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര അതേ ആദരവിൽ കുത്തിരിപ്പിച്ച് കാപ്പിയൊക്കെ കൊണ്ടുവന്ന്, നീ എന്താ വന്നത് പറയാനോ ആ സമ്പന്നനായ ആളോട്. അപ്പം നമ്മളെ പരിചയപ്പെടുത്തി ഇങ്ങനെ ബഷീറൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ മാഷോട്, മാഷെ നിങ്ങൾ ഈ 3 ലക്ഷത്തിന് അധികമൊന്നുമില്ല, 1 ലക്ഷം അധികം വില ഒന്നുമില്ല, നിങ്ങൾ 3 ലക്ഷത്തിന് തരാം, തർക്കിക്കാൻ വേണ്ടി വന്നല്ല, 3 ലക്ഷം തരാം 3 സെൻറ്റ്, നിങ്ങളെ പകരം 1/2 സെൻറ്റ് വെറുതെ എന്നളി അറിഞ്ഞ. ഇത് മാഷക്ക് ഭയങ്കര തൃപ്തിയാണ്. മാഷ് പറഞ്ഞു, നിങ്ങൾ ആ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ട്, കാരണം നിങ്ങൾ തർക്കിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ 1/2 സെൻറ്റ് വെറുതെ എന്നളി, നേറ്റൊക്കെ എന്തെങ്കിലും ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കയറൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ മാഷ് പറഞ്ഞു, ഇപ്പുറത്ത് 3 സെൻറ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഞാൻ 1/2 സെൻറ്റ് എടുത്താൽ മറ്റേ 2.5 സെൻറ്റ് വിറ്റു പോകില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് 1/2 സെൻറ്റിൻ്റെ പൈസയാണ് കുറച്ച് തരാം, നിങ്ങൾ 2.5 ലക്ഷത്തിന് ഈ 3 സെൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്ത് തരാറ്. അന്നായിക്കോട്ടെ. അപ്പം അൽഹംദുലില്ലാ അത് രജിസ്റ്റർ ചെയ്തു. അപ്പോഴാണ് ആ കൂടെ വന്ന സ്നേഹിതൻ പറഞ്ഞു, ഈ പോണ പിറ്റത്തെ യാത്രയിൽ എന്നാൽ ശരി, അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് തീർത്തു കൊടുക്കാം. അവിടെ തന്നെ കരാർ കൊടുത്തു. ഇന്നലെ അതിൻ്റെ തർപ്പണി കഴിഞ്ഞു. ആകെ 3 ആഴ്ച, 3 വെള്ളിയാഴ്ച. അപ്പോൾ ഇവർ പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണല്ലോ ആ ഒരു പള്ളിയിൽ ഞങ്ങൾ എത്തിപ്പെട്ടതും. ആ പള്ളിയിൽ എത്തിപ്പെട്ടപ്പം ഇയാളെ കണ്ടതും, ഇപ്പോൾ ആ പള്ളിയിൽ നിന്ന് കണ്ട ആ മനുഷ്യൻ തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ ഉത്തരം, ഭൂമി രജിസ്ട്രേഷൻ, പിന്നെ വീട് പണിക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ പറഞ്ഞാൽ നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി. ഒരു വീട് ഒരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിന് കിട്ടുന്ന സമാധാനം നമ്മളൊന്നും ബുദ്ധിക്കും ആലോചനക്കും ചിന്തക്കും അപ്പുറത്താണ്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് വാടക കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കൊരു ബദൽ സംവിധാനത്തെ പറ്റി നമ്മളെ തലച്ചോറിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമുക്കുള്ള മുതൽ മുഴുക്ക് ഒന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കുള്ള ബന്ധങ്ങൾ മുഴുവനും നമ്മളിതിലേക്ക് ഉപയോഗപ്പെടുത്തുക. നമ്മളൊരു ദിവസം കുറച്ച് നേരമെങ്കിലും ഒരാളുകളോട് നമ്മളൊരു കാര്യം നമ്മൾ പറയും, നമ്മളെ കാര്യം ഒരാളോട് പറയാൻ നമുക്ക് ഇടങ്ങേറുണ്ടാവും. പക്ഷെ മറ്റുള്ളൊരാളെ കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ അത് അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞതാണ് നന്മ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. നബിതങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ പരസ്പരം ബന്ധവും പരസ്പര സ്നേഹത്തെ പറ്റിയിട്ടും പരസ്പരം കാരുണ്യം കാണിക്കുന്നതിനെ പറ്റി നിരവധി ഹദീസുകൾ നമുക്കറിയാം.
പിന്നെ നമുക്കൊക്കെ അവസരങ്ങൾ, നമ്മുടെ മുന്നിൽ വരേണ്ട ഒരു അവസരം ഇപ്പം തീരുമാനമെടുത്താൽ നമുക്കിപ്പോൾ കിട്ടി. നാളെ നമുക്ക് അനുകൂലമായിക്കൊള്ളുന്നില്ല, നാളെ നമ്മളുണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളുണ്ടെങ്കിൽ തന്നെ ആവശ്യക്കാരന് ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ ആവശ്യക്കാരന് ആവശ്യമുണ്ട് നമ്മളുണ്ടാവും, നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതും നീങ്ങിപ്പോവും. അപ്പോൾ ഈ സമയം ഇത് നമുക്കാണ്. ഓരോ അവസരം നമ്മൾ മുന്നിലേക്ക് പടച്ചോൻ പറഞ്ഞയക്കുമ്പോൾ ആ പറഞ്ഞയക്കുന്നത് എൻ്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പടച്ചോൻ എനിക്ക് തന്നൊരു ഏറ്റവും നല്ലൊരു അവസരമാണെന്നുള്ളത് ഓരോരോ വിഷയത്തിൽ നമ്മൾക്ക് പഠിക്കാൻ കഴിയണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് മാത്രമല്ല എന്നും മരണം വരാ മാർഗത്തിൽ ഈ ചിന്തയിൽ മുന്നോട്ട് പോകാൻ പഠിച്ചാൽ നമുക്ക് തോൽപ്പിക്കട്ടെ. നമ്മളെ ഈ വീട് പണിക്കൊക്കെ ഒരു ഉറുപ്പ്യ ആണെങ്കിലും ഒരു ദിവസം ധർമ്മം ചെയ്ത് ഈ സൽക്കർമ്മങ്ങൾ മുന്നേറിയ എല്ലാ സഹോദരന്മാർക്കും അതോടൊപ്പം ഉള്ള സമ്പത്ത് നല്ലൊരു വീതം നീക്കി വെച്ച് ഇത്തരം വീടുകൾ ബന്ധത്തിൽ സഹായിക്കുന്ന ആളുകൾക്കും സ്വന്തം നിലക്ക് ഒരു വീടും അതിലപ്പുറമൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ.